ഞാനൊരു കൂറയല്ല. ഈ ഒരു കൂറയാണോ? ഒരു കൂറയല്ല. നിങ്ങളൊരു കൂറയാണോ? കൂറേയല്ല. കാരണം ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, ലേസി അല്ല. എനിക്ക് എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ട്. ഈ രാജ്യത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇനി ഏത് രീതിയിൽ, ഇപ്പോൾ ഈ യൂട്യൂബർ നിർത്തിപ്പോയാൽ അടുത്തൊരു രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ഒരു എന്താ പറയുക, ത്വരയുണ്ട്. ഇന്ന് ഇന്ത്യയിൽ ഒരു സാധനം വൈറലാവുകയാണ്. ഓക്കെ, കോക്രോച്ച് ജനതാ പാർട്ടി. അപ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയിൽ എല്ലാവരും ഒരു മോസ്റ്റ് മെജോറിറ്റിയുടെ ഒരു ഔട്ട്ലുക്ക് എങ്ങനെയാണ് വരുന്നത് അറിയോ? ഈ രാജ്യത്തെ യൂത്തിന് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ സൂര്യകാന്ത് പാരസൈറ്റ്സിനും കോക്രോച്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ യൂത്തിനെ പ്രൊവോക്ക് ചെയ്തു. അവരൊരു സോഷ്യൽ മീഡിയ മൂവ്മെൻറ്റ് തുടങ്ങി. അതിൽ നിന്ന് യങ് യൂത്ത് ജെൻസി ക്രൗഡ് ഇന്ത്യയിൽ അവരെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സംഗതി ഭയങ്കര വൈറലാവുന്നത്. നമ്മുടെ രാജ്യത്ത് യൂത്തിന് ഓപ്പർച്യൂണിറ്റീസ് കുറവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്. ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബ്രെയിൻ ഡ്രെയിൻ ഉണ്ട്, ഇല്ല നീ ഒരിക്കലും പറയില്ല. ബട്ട് ഉള്ള ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാത്ത എത്ര പേരുണ്ട്? ഞാൻ അത്യാവശ്യം ഇപ്പോൾ കേരളം വിട്ട് നോർത്തിലേക്കൊക്കെ ട്രാവൽ ചെയ്യുന്നൊരു മനുഷ്യനാണ്. സീരിയസ്ലി ഞാൻ പറയാം, പഠിക്കാൻ പോലും താല്പര്യമില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് ഒന്നിനും താല്പര്യമില്ല. അവർക്ക് എന്താ പറയുക, കുറച്ച് കാശ് രാഷ്ട്രീയക്കാർ കൊടുക്കും, അല്ലെങ്കിൽ മതം വിറ്റ് കുറച്ച് കാശുണ്ടാക്കും. ഇന്ത്യയിലെ യൂത്തിൻ്റെ എസ്പെഷ്യലി നോർത്ത് വെട്ടിലൊരു മോസ്റ്റ് മെജോറിറ്റി യൂത്തും ഈ എന്താ പറയുക, ഇപ്പോഴത്തെ ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പാർട്ടികൾ, അത് ഓരോ സ്റ്റേറ്റിലുള്ള ഗവൺമെൻറ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിലും ഇപ്പുറത്തെ പൊളിറ്റീഷ്യൻസ് ആണെന്നുണ്ടെങ്കിലും രാഷ്ട്രീയക്കാരും മതനേതാക്കന്മാരും എല്ലാം കൂടി ചേർന്നിട്ട് ഇപ്പുറത്തെ യൂത്തിനെ മണ്ടന്മാരാക്കുന്നതും പൊട്ടന്മാരാക്കുന്നതിനും നിന്ന് കൊടുക്കുന്ന യൂത്തിനെ എന്ത് പറയണം നിങ്ങൾ പറ. ഇവിടെ അത്യാവശ്യം പഠിപ്പും വിവരവും ബുദ്ധിയും അല്ലെങ്കിൽ രക്ഷപ്പെടണം എന്നുള്ളവനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, അത് അവർ കൺവേർട്ട് ചെയ്ത് ജോബ് ആക്കുന്നുണ്ട്. ഇല്ലാത്തവർ പുറത്ത് പോകുന്നുണ്ട്. പുറത്ത് പോകുന്നതുകൊണ്ട് തന്നെ എന്താണ്, ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. ഓക്കെ, ഇനി ഇങ്ങനൊരു സോഷ്യൽ മീഡിയ പേജ് വന്നു, ഇതൊരു പാർട്ടി ആയിട്ട് മാറി, ഒരു ജെൻസി മൂവ്മെൻ്റ് ആയി. എന്താ സംഭവിക്കുക? നാട് കുട്ടിച്ചോറാവും. അതിനും കൂടുതൽ എന്തെങ്കിലും പറ്റുമോ? ഇല്ല. കാരണം ഇതിനൊരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ഇല്ല. ഇതെങ്ങനെ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ഇവർക്ക് അറിയുമോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊരു ഐഡിയ ഇല്ല. എനിക്കൊരു ഐഡിയ ഇല്ല. ഇപ്പോൾ എല്ലാവരും കണ്ടു ബ്ലൈൻഡായിട്ട് പോയിട്ട് ഞാൻ കോക്രോച്ച് ജനതാ പാർട്ടിയിൽ ചേർന്നു, ഞാനൊരു കോക്രോച്ചാണ്. ഇതിൻ്റെ ഫ്യൂച്ചർ എന്താ? ഇതെങ്ങനെ ബിൽഡാവും? ഇത് ഏത് രീതിയിലുള്ള റവല്യൂഷൻ കൊണ്ടുവരും? ഓക്കെ, ഈ പറഞ്ഞ BJPക്കെതിരെ എന്ന് മാത്രം അത് മാത്രമേ അറിയൂ ചിലർക്ക്. ഞാൻ നോക്കുമ്പോൾ ചിലർ ഇത് BJPക്കെതിരാ, CJP, അതുകൊണ്ട് ഞാൻ ഇതിലുണ്ട്. അങ്ങനെ എടുത്തു ചാടി ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ളത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. ഇനി എങ്ങനെ കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ ആദ്യം ഒരു വീഡിയോ പ്ലേ ചെയ്യാം. ഇത് സൂര്യകാന്ത്, നമ്മുടെ CJI ആണ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സുപ്രീം കോർട്ട്. ഇങ്ങനെ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന്, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടായത്. There are youngsters like cockroaches. They don't get any employment. They don't have any place in profession. Some of them become media. Some of them become social media. Some of them become RTI activists. Some have become another activists, and they start attacking everyone. And you people file contempt petition because High Court is not taking up the matter of as if there are already parasites in society who attack you people. You attack the system, and you want to join hands with them. No. I understand. Okay. ഇതൊരു പ്രൊവോക്കിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് വെച്ചാൽ യെസ്. കാരണം കുറേ പേര് പാരസൈറ്റ് പോലെയാണ്, കുറേ പേര് സോഷ്യൽ മീഡിയ ടേക്കപ്പ് ചെയ്തു, മറ്റേത് ചെയ്തു, അങ്ങനെ പറയുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു ജെൻസി മൂവ്മെൻറ്റ് വരികയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ജെൻസികൾക്ക് നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള, നമുക്കെന്ന് പറയുമ്പോൾ ഞാൻ ജെൻസി അല്ല, ബട്ട് സ്റ്റിൽ ഞാൻ യൂത്തായിട്ടിരുന്ന സമയത്ത്, അതായത് ഒരു എൻ്റെ 22-25 ഇടയിലൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതുതന്നെയാവും ഇപ്പോഴുള്ള കുട്ടികളും ചിന്തിക്കുന്നത്. ഏത് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടാൻ മാത്രം ഓപ്പർച്യൂണിറ്റീസ് ഈ നാട്ടിലുണ്ടോ? അപ്പോൾ ഇതിനെതിരെ ഒരു മൂവ്മെൻറ്റ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി എങ്ങനെ ചെയ്യണം? ഞാൻ ആലോചിച്ചു, ഒരു പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെതിരെ വേറൊരു ഗ്രൂപ്പ് ഫോം ചെയ്ത് ചെയ്യേണ്ടതാണോ? എല്ലാ പാർട്ടിക്കാരും, എല്ലാ രാഷ്ട്രീയക്കാരും, എല്ലാ മത നേതാക്കന്മാരും കൂടി ചേർന്നിട്ടാണ് യൂത്തിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറച്ചതും ഇന്ത്യനെ ഈ രീതിയിൽ ഗതിയില്ലാത്ത അവസ്ഥയൊക്കെ ആക്കിയിട്ടുള്ളത് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കും. എന്നാലും ഇപ്പോൾ കുറേ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടില്ലേ? നമുക്ക് ഒരുപാട് കമ്പനീസ്, ഇപ്പോൾ ഇയാളൊരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഇല്ലേ? ഓപ്പർച്യൂണിറ്റീസ് ഇല്ലേ?
ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് എടുക്കാൻ ആളില്ല. ആർക്കും ഇവിടുത്തെ ഒരു ലിവിങ് സ്റ്റൈൽ അത് പറ്റുന്നില്ല. വൈ? ബിക്കോസ് യൂത്തിന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെൻറ്റ് നമുക്ക് കുറവാണ്. കാരണം ഇവിടെ ഇപ്പോഴും പറയുന്നത് മതത്തിൻ്റെ രാഷ്ട്രീയമാണ്. മനസ്സിലായോ? ഈ മതത്തിൻ്റെ രാഷ്ട്രീയം പറയുന്ന BJP നിങ്ങൾ എതിർത്തോ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ നാടിൻ്റെ എന്താ പറയുക, നമ്മുടെ ഒരു ഇക്കോ സിസ്റ്റത്തിൻ്റെ നമ്മളെ സ്ട്രക്ചറിനുള്ള ഒരു വെല്ലുവിളിയായിട്ട് മാറരുത് നാളെ ഈ CJP ആണെങ്കിലും ഇനി എന്ത് സാധനം നിങ്ങൾ കൊടുക്കും. ഒരു ജെൻസി മൂവ്മെൻറ്റ് ഒരിക്കലും ഒരു നാടിനെ, ഇപ്പോൾ ബംഗ്ലാദേശ് നമ്മൾ കണ്ടു, നേപ്പാൾ നമ്മൾ കണ്ടു, ശ്രീലങ്ക നമ്മൾ കണ്ടു, അവിടെയൊക്കെ സംഭവിച്ചത് എന്താ? ആ നാടിനെ തന്നെ ഇല്ലാതാക്കി. മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ എന്താ പറയുക, ഒരു ചേഞ്ച് വരണം. ഓബിയസ്ലി BJP ചേഞ്ച് ചെയ്യണം. കാരണം BJPനെ കൊണ്ട് പൊറുതിമുട്ടി, ഈ വർഗീയ രാഷ്ട്രീയത്തിനെ കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കുന്നവരാണ് മോസ്റ്റ് മെജോറിറ്റി ആളുകൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അങ്ങനെയാണ്. എനിക്ക് ഇനി ഒരു BJP ഗവൺമെൻറ് ഒരു 10 വർഷം ഇന്ത്യ ഭരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഞാനും പോവും. എനിക്കിവിടെ ജീവിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. മനസ്സിലായോ? കാരണം വർഗീയതയുടെ രാഷ്ട്രീയം മാറണം എന്നുള്ളത് അത് തിരിച്ചറിഞ്ഞ് പുതിയൊരു പാർട്ടി ഉണ്ടാക്കണം. അതോ ഇപ്പോൾ ഉള്ള ഏതെങ്കിലും ഒരു സ്ട്രോങ് ലീഡർഷിപ്പിൻ്റെ അടിയിൽ പോയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ട്രോങ് പാർട്ടിയുടെ ഒപ്പം ചേർന്ന് ഒപ്പം നിന്നിട്ട്, ഇപ്പോൾ ആം ആദ്മി പാർട്ടിയാണ് ഈ പറഞ്ഞ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പിന്നിൽ എന്നുള്ളത്, ആ രീതിയിലുള്ളൊരു സംഗതി പോകുന്നുണ്ട്. കോൺഗ്രസ്സുകാരും ബാക്കിയുള്ളവരൊക്കെ BJPക്കെതിരെ ആയതുകൊണ്ട് ഈ ഒരു ജെൻസി മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ബാക്കപ്പുകളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ പോകുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ആം ആദ്മി പാർട്ടീൻ്റെ ഒരു വ്യക്തി, ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ഫേസ് ആയിട്ട് നിന്നുകൊണ്ട് അതിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഇത് തുടങ്ങിയത് എന്നുള്ളതുകൊണ്ട് ഇത് ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രൊജക്റ്റ് ആണെന്ന് പറയുന്നവരൊക്കെ എല്ലാവരും ഓക്കെ, ഇവിടെ ചേഞ്ച് വരണം. ഈ BJPയുടെ ഈ ദുർഭരണം, അങ്ങനെ തന്നെ പറയാം, ഈ എന്താ പറയുക, മതം കുത്തിവെച്ചും അതിഭീകരമായ വർഗീയത ആളുകളിലേക്ക് കുത്തിവെച്ചുള്ളത് ചേഞ്ച് ആക്കണം. പക്ഷെ അതിന് സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യണം? ചേഞ്ച് വരുത്തണം. അല്ലാതെ ഇങ്ങനെ ഒരു 1-2 ദിവസം കൊണ്ട് ഒരു പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാം പേജിൽ കുറേ ഫോളോവേഴ്സ് കയറി അതിനെ കൊണ്ട് ഇവിടെ എല്ലാവരും കൂടി ഒത്തുകൂടി, ഇതൊക്കെ എന്താ പറയുക, ഇവിടുത്തെ സിസ്റ്റത്തിന് പെട്ടെന്ന് ഷട്ട് ഡൗൺ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പാർട്ടിയുടെ പേജുകൾ, പാർട്ടി എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതൊരു റെക്കഗ്നൈസ്ഡ് പാർട്ടിയല്ല, അവരെവിടെ ഇത് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ഈ കോക്രോച്ച് പാർട്ടിയുടെ അവരെന്ത് ചെയ്തു, പേജുകൾ പൂട്ടിച്ചു തുടങ്ങി. അതിൻ്റെ വിസിബിലിറ്റി ഇന്ത്യയിൽ സോഷ്യൽ മീഡിയയിൽ ഇല്ലാതാക്കി തുടങ്ങി. സിസ്റ്റത്തിനെതിരെ, ഒരു കംപ്ലീറ്റ് സിസ്റ്റം വർഷങ്ങളായിട്ട് കയ്യിൽ വെച്ച് പവർഫുൾ ആയിട്ട് ഇരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കെതിരെ പോകുമ്പോൾ അത് പോണത് എങ്ങനെയായിരിക്കണം? കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണം. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അല്ലാതെ ഇതൊരു എന്താ പറയുക, അറ്റ സഡൻ എല്ലാവരും കൂടിയും ചേർന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഫെയിലിയർക്കേ പോകുള്ളൂ. അങ്ങനെ ആവരുത് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയോ ഇനി വോട്ടവർ ഇനി ഫ്യൂച്ചറിൽ തുടങ്ങുന്നത് എന്ത് കാര്യം. നമുക്കത് കറക്റ്റ് ജനാധിപത്യപരമായിട്ട് തന്നെ എന്ത് ചെയ്യണം, ഇവരിടിച്ച് താഴാൻ പറ്റണം. ഞാൻ അതിനെ ലോങ് റൺ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ലോങ് റൺ വളരെ കുറവായിരിക്കും. ഇപ്പം ഈവൻ ഈ ഒരു കോക്രോച്ച് ജനതാ പാർട്ടിയെ എല്ലാവരും കമ്പയർ ചെയ്യുന്നത് വിജയുടെ TVK ആയിട്ടാണ്. അത് ഞാൻ പറയുമ്പോൾ ശരിക്കും മണ്ടത്തരമാണ്. അങ്ങനത്തെ മിസ്ലീഡിങ് സാധനങ്ങൾ ആൾക്കാർ വിളിച്ചു പറയുന്നത്. TVK ഒന്നും ഒരു ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു കൊല്ലം കൊണ്ടോ വന്ന പാർട്ടിയല്ല. 2009 മുതൽ വിജയ് റുസികർ മണ്ഡലം ഒരു കേഡർ സംവിധാനത്തിലേക്ക് പോയി. അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആളുകളുടെ ഇടയിലേക്ക് ഓരോ ഇയർ ബൈ ഇയർ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്ത് ഒരു 10-15 വർഷത്തെ എഫേർട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന TVK എന്ന് പറഞ്ഞ പാർട്ടി. അതും ഈ കോക്രോച്ച് ജനതാ പാർട്ടിയും തമ്മിലൊന്നും നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ ആളുകളെ മിസ്ലീഡ് ചെയ്യാൻ പാടില്ല. 1-2 ദിവസം കൊണ്ട് പൊട്ടി മുളച്ച് വരുന്ന ഇതേപോലുള്ള മൊമെൻറ്റുകൾക്ക് അതിന് ലൈഫ് ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി. ഇത് നാളെ എന്താ പറയുക, ഇതും BJP സർക്കാർ പൊട്ടിച്ച് കളഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനും നാളെ ഒരു തമാശ പോലെ ആയി കഴിഞ്ഞാൽ, ഇന്നിത് ഒരു 4-5 ദിവസം ചർച്ച ചെയ്യുക, 5-6 ദിവസം ഇതിൻ്റെ നേതാക്കന്മാരും ഇല്ല, ഇതിൽ ആരെയും അറിയൂല കാണൂല എന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും പിന്നെയും ഓപ്പോസിറ്റ് ഉള്ളവർ പവർഫുൾ ആവില്ലേ ചെയ്യുക. അങ്ങനെ ഇത് മാറാൻ പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നല്ല ലീഡർഷിപ്പ് ഉണ്ടോ, ഇതിന് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടോ. ഇപ്പോൾ ഒരു മാനിഫെസ്റ്റോ ഒക്കെ ഇറക്കിയിട്ടുണ്ട്. മാനിഫെസ്റ്റോ ഒക്കെ നോക്കുന്നത് ഞാൻ അവിടെ സൈഡിൽ വെക്കാം. മാനിഫെസ്റ്റോയിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതിങ്ങനെ ChatGPTയിലിട്ട് കുറേ മാനിഫെസ്റ്റോ ഉണ്ടാക്കി, കുറേ പോസ്റ്റേഴ്സ് ഉണ്ടാക്കി, അതൊന്ന് കുറേ പേജുകൾ, എന്താണ് ഈ ഒരു കാര്യം മനസ്സിലായില്ലേ? ഇവിടുത്തെ ഓപ്പോസിഷൻ അടക്കം ഒരു കാര്യം വളരെ വ്യക്തമായിട്ടുണ്ടാവും. ഇവിടെ ഒരു ഭരണവിരുദ്ധ ഒരു തരംഗം ഇപ്പോൾ കേരളത്തിലൊക്കെ കണ്ട പോലെ തന്നെ ഇന്ത്യ ഒട്ടാകെ ജെൻസീസിൻ്റെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. കാരണം അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ അറിയാത്ത, ഇതിൽ ഭരിക്കുന്നവരെക്കാൾ കൂടുതൽ
ഓപ്പോസിറ്റ് നിൽക്കുന്ന രാഹുൽ ഗാന്ധി അടക്കമുള്ള ലീഡേഴ്സ് മനസ്സിലാക്കേണ്ടത് ഈ യൂത്തിൻ്റെ ജനവികാരം മനസ്സിലാക്കാൻ പറ്റാതെ നിങ്ങളാണ് ശരിക്കും തല താത്തി നിൽക്കേണ്ടത്. കാരണം ഇത്രയും കൂടുതൽ യൂത്ത് ഈ പറഞ്ഞ BJP സർക്കാരിനെ എതിർക്കാൻ ഇന്ത്യയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യേണ്ടത് ഇവരല്ലേ. അത് അവർ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരാ മണ്ടന്മാർ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അവിടെ ക്യാഷ് ഇൻ ചെയ്യാൻ പറ്റണം. ഇനി ഇതെന്ന് എന്താ സംഭവിക്കുക അറിയോ? BJPക്കാർക്ക് ഏകദേശം കാര്യം മനസ്സിലായി, ഇവിടുത്തെ യൂത്ത് തിരിയുന്നുണ്ട് എന്നുള്ളത്. ഇനി ഇവർ യൂത്തിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ യൂത്തിന് പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ യൂത്തിന് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടുന്ന രീതിയിലുള്ള പ്രൊജക്റ്റുകൾ കൊണ്ടുവരും ഇവർ. അവരിതിലും ബുദ്ധിമാന്മാരാ, അവരത് ചെയ്യും. അപ്പം ഇത് ഓപ്പോസിഷൻ്റെയും ഒരു ഫെയിലിയറാണ് ഇവിടെ CJP എന്ന് പറഞ്ഞ പാർട്ടി ഇത്രയും വളർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ഫൗണ്ടറിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ വയ്ക്കാം. അഭിജിത്ത് ദിപ്കെ ഇതാണ് ഇതിൻ്റെ ഫൗണ്ടർ. ഓക്കെ, ഞാൻ ലാസ്റ്റ് ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ നേരത്തെ എനിക്ക് തോന്നുന്നു 10-18 മില്യൺ എങ്ങാണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്. അതിനിടയിൽ ഈ പറഞ്ഞ ഇതിൻ്റെ എക്സ് അക്കൗണ്ടൊക്കെ അടിച്ച് കളഞ്ഞിട്ടുണ്ട്. അത് രണ്ടാമത് നിന്നിട്ട് അവർ ഇന്ത്യയിൽ വേറൊരു പേരിൽ തുടങ്ങി വിസിബിൾ ആക്കി വെച്ചിട്ടുമുണ്ട്. അത് ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്യുന്ന ഒന്നും കൂടി യൂത്തിനെ പ്രൊവോക്ക് ചെയ്യാൻ ഉള്ള ഒരു പരിപാടിയാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവരടിച്ച് കളയും തോറും ഈ സാധനം ആളുകളുടെ ഇടയിൽ വീണ്ടും സ്പ്രെഡാവും, വീണ്ടും ഒരു തരം വികാരം പൊട്ടിമുളച്ച് യൂത്തിൻ്റെ ഇടയിൽ വരും. ഓക്കെ, ഇനി ഇതിൻ്റെ ഫൗണ്ടറായിട്ടുള്ള അഭിജിത്ത് ദിപ്കേൻ്റെ ഒരു പാസ്റ്റിനെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട്. ബിക്കോസ് ഈ ചങ്ങാതി AAP ആം ആദ്മി പാർട്ടിയുടെ IT സെല്ലിൻ്റെ, അവരുടെ ഈ PR സെല്ലിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ടുള്ള വ്യക്തിയായിരുന്നു. സോ അയാൾക്ക് ആ പൊളിറ്റിക്സും അറിയാം, അതിൻ്റെ സോഷ്യൽ മീഡിയ ഫേസ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ സൂര്യകാന്ത് CJI അങ്ങേര് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിന് ശേഷം കോക്രോച്ച് ജനതാ പാർട്ടിയൊക്കെ വന്ന് ഇത് ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയപ്പോൾ ഇങ്ങേരുടെ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. വാട്ട് ഐ ഹാഡ് സ്പെസിഫിക്കലി ക്രിട്ടിസൈസ്ഡ് were those who have entered professions like the bar with the aid of fake and bogus degrees. അതായത് ഫേക്ക് ഡിഗ്രീസ് ഒക്കെ എടുത്ത് ഇപ്പോൾ അഡ്വക്കേറ്റ് ആയവരുണ്ടാവും, ഡോക്ടേഴ്സ് ആയവരുണ്ടാവും, അങ്ങനെ പല പ്രൊഫഷനിലും അത്യാവശ്യം എന്താ കോളേജിലൊന്നും പോകണ്ട, സിസ്റ്റത്തിന് കുറച്ച് പൈസ കൊടുത്ത് സിസ്റ്റം ഫെയിലിയർ എന്ന് പറഞ്ഞ സാധനത്തിനെ മുതലാക്കി ലൂപ്പ് ഹോൾസ് വെച്ച് കാശിന് മേടിച്ച് ഇതേപോലെ ജോലിയിൽ കയറുന്ന ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്, അങ്ങനത്തെ യൂത്തിനെ കുറിച്ചാണ് പറഞ്ഞതെന്നാണ് ഇങ്ങനെ ന്യായീകരിക്കുന്നത്. ബട്ട് ആ ന്യായീകരണത്തിൻ്റെ മുകളിലൊന്നും കാര്യം നിൽക്കില്ല. ഓക്കെ, അത് നിൽക്കാൻ പോണില്ല. ഇവിടെ അങ്ങനെ എന്താ പറയുക, സിസ്റ്റം കാശ് കൊടുത്ത് ഇതേപോലെ പ്രൊഫഷനുകൾ നേടിയെടുത്ത് അല്ലെങ്കിൽ ഡിഗ്രികൾ നേടിയെടുത്ത ആളുകളുടെ എണ്ണമാണോ കൂടുതൽ, മര്യാദയ്ക്ക് പഠിച്ച് മെറിറ്റിൽ വന്നവരുടെ എണ്ണമാണോ കൂടുതൽ? മെറിറ്റിൽ വന്നവർക്ക് ഇവിടെ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ദാറ്റ്സ് എ റിയാലിറ്റി. പക്ഷേ ഈ റിയാലിറ്റിയുടെ ഒപ്പം തന്നെ ഞാൻ കൂട്ടി വായിക്കേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനും കൂടിയും പറ്റണം. മനസ്സിലായി? ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നത് എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് എക്സ്പ്ലോർ ചെയ്ത് നമ്മളത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് അത് നമ്മൾ കൺവേർട്ട് ചെയ്ത് നമ്മളെ ജോബാക്കി മാറ്റി നമ്മൾ അതിന് കാശുണ്ടാക്കി ഈ നാട്ടിൽ തന്നെ ജീവിക്കണം. ഇപ്പം എന്നോട് പലരും ചോദിക്കാറുണ്ട്, ആണെങ്കിൽ ദുബായി പോയിക്കൂടെ, ബാക്കിയുള്ളടത്ത് പോയിക്കൂടെ, എന്നിട്ട് അവിടെ ഒരു കമ്പനി ഓപ്പൺ ആക്കി ഇന്ത്യയിലെ കാര്യങ്ങൾ അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞാൽ അവിടെ നിന്ന് സമ്പാദിച്ച് അവിടെ ജീവിച്ചോ എന്ന് പറയും. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ അമേരിക്കൻ ഡോളർ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ഈ നാട്ടിൽ ഇവിടെ ചിലവാക്കി ഞാൻ ഇവിടെ ജീവിച്ചുകൊണ്ട് ഇന്ന നാട്ടിൽ. മനസ്സിലായോ? അങ്ങനത്തെ ഒരു ഡിറ്റർമിനേഷൻ കുറച്ച് കുറവുണ്ട് യൂത്തിനിടയിൽ ഇപ്പോൾ. അത് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം പഠിച്ചിറങ്ങിയിട്ട് ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ നോക്കാനുള്ളൊരു മൈൻഡും കൂടി ഇല്ലാതാവും എന്നുള്ളൊരു കാര്യം കൂടി അതിനകത്തുണ്ടല്ലോ. അതുകൊണ്ടായിരിക്കാം. The man behind the launch of this party, Abhijit Dipke, a former political communication strategist currently living in the US, and the eligibility criteria he set to join the party is definitely not what you would expect. You must be unemployed, you must be lazy, and you must be able to rank professionally. The way this movement blew up across social media is a textbook example of a harsh reality. For a massive chunk of Indian youth facing unemployment, memification has become the only coping mechanism left. They shouldn't take the youth for granted. This youth is completely fed up of you. You need to cater to them. You need to be accountable to them. And I think Cockroach Janata Party could be that movement where it makes the political system, the establishment, accountable towards the youth and to the people of India. But if we look beyond the surface, you will find a very pointed, very serious critique of systemic failure. So it's a people's movement now. It's up to them now. And whatever they decide,
I am ready to do that. Behind the satire lies deep-seated anger over issues the establishment seems to ignore, like the devastating reality of the recent NEET student suicides. The opposition is also responsible for it, because if 17 students are committing suicide and not even single opposition leader gets on the streets, you're letting the children of this country down. So you are helping the government to normalize insensitivity. So stop normalizing it. We want it to be specifically a youth movement that will in future change the political discourse of the country. I just want to tell the youth that yes, I get it that you are frustrated, I am frustrated too. And I have been frustrated for a very long period of time. And just like you, I have found a medium through the Cockroach Janata Party to raise our voices and to change the political discourse of this country. We need to make the people in power accountable. They have taken you for granted. I want you to realize your power. And if you decide, we can change things. And we have seen how when people come together and start a movement, changes do happen. And we will do this through a very peaceful, democratic way. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ലീഡർ അടക്കമുള്ളവർക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞത്. ഇത് ഞാനിനി മലയാളത്തേക്ക് കൺവേർട്ട് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യമില്ലല്ലോ. ഈ ചങ്ങായി ഔട്ട്സൈഡാണ്, ഇന്ത്യയിലല്ല. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു ചേഞ്ച്, ഇപ്പോൾ റെജീം ചേഞ്ച് ആലോചിക്കുന്ന അല്ലെങ്കിൽ അത് ആവശ്യപ്പെടുന്ന ഒരു യൂത്ത് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ ഒരു മൊമെൻറ്റ് ഓർഗാനിക്കായിട്ട് വന്നതാണെങ്കിലും ഈ സെറ്റപ്പ് ചെയ്തതാണെന്നുണ്ടെങ്കിലും നൗ എന്താ പറയുക, ഇത് ആളുകൾ ഏറ്റെടുത്ത് തുടങ്ങി. വൈ? ബിക്കോസ് നമ്മുടെ സിസ്റ്റം ഫെയിലിയറാണ്, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫെയിലിയറാണ്. അപ്പം നമ്മളെ എഡ്യൂക്കേഷൻ സെറ്റപ്പിൽ നിന്ന് ഒരു മാസ്റ്റേഴ്സ് എടുത്ത ഒരാൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹയർ ഡിഗ്രി എടുത്ത ഒരാൾ ഇവിടുന്ന് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ച് പുറത്തു പോകുമ്പോൾ ദർ ഈസ് എ ഡ്രാസ്റ്റിക് ചേഞ്ച് കാണും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഇവിടെ നമ്മൾ പഠിച്ച പല കാര്യങ്ങളും നമ്മുടെ സിസ്റ്റത്തിനകത്ത് തന്നെ ആപ്ലിക്കബിൾ ആക്കിയാൽ, അതായത് ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് ഏജ്ഡാണ്, ഇവിടെ പഠിപ്പിക്കുന്ന സാധനങ്ങൾ ഏജ്ഡാണ്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളിലേക്കൊന്നും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നില്ല എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ. ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാകൃതമായിട്ടുള്ള സാധനങ്ങളാണ് ഒന്ന് പഠിപ്പിക്കുന്നത്. പിന്നെ പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞാലും ഇവിടുത്തെ ഇപ്പം നമ്മൾ പഠിച്ച സമയത്താണെങ്കിലും ഇപ്പോഴത്തെ മക്കൾ പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഒരു വലിയ ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന രീതിയിലുള്ള ഡ്രാസ്റ്റിക് എഡ്യൂക്കേഷണൽ ചേഞ്ച് എവിടെയെങ്കിലും ആരെങ്കിലും കാണുന്നുണ്ടോ? 10 കൊല്ലം 10 കൊല്ലം മുന്നേ എഞ്ചിനീയറിങ്ങിന് പഠിച്ച സാധനങ്ങളൊക്കെ തന്നെയായിരിക്കും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മാറുന്നപ്പോൾ ഒരു സെമി കണ്ടക്ടർ ഒരു വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഇന്ത്യ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു? എയിൽ ഇന്ത്യൻ്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെ വരുന്നു? എന്തു വരുന്നു? ഒന്നുമില്ല. കാരണം എന്താ? പഠിച്ചിറങ്ങുന്ന മക്കൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ചിട്ട് വേണ്ടവർ പുറത്തിറങ്ങിയിട്ട് ഇതിൽ പണിയെടുക്കാൻ. പിന്നെ എബ്രോഡ് ഇവിടുന്ന് പഠിച്ചിറങ്ങി പോകുന്നവർ, അവർ ഞാൻ പറഞ്ഞല്ലോ, കുറേ ആൾക്കാർ അങ്ങനത്തെ ജീനുകൾ ഉണ്ടാവും. കുറച്ചും കൂടി ഒരു IQ കൂടിയ അല്ലെങ്കിൽ കുറച്ചും കൂടി ആപ്ലിക്കേഷൻ ലെവലിൽ സാധനങ്ങൾ അപ്ലൈ ചെയ്ത്, ഈ പഠിച്ച സാധനങ്ങൾ അപ്ലൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആളുകളുണ്ടാവും. അവരൊക്കെ ഇന്ത്യയിൽ നിൽക്കണമില്ല. ഇന്ത്യക്കാണെങ്കിൽ ഇങ്ങനത്തെ മേജർ കോൺസെപ്റ്റ്, ഒരു R&D പോലും, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പോലും പ്രോപ്പറായിട്ട് ഇപ്പം നടക്കുന്നുണ്ടാവും. നമ്മളെ നാട്ടിലെ ചില കമ്പനികളിൽ വേറെ രാജ്യത്തിന് വേണ്ടിയുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ബാക്ക് എൻഡ് അത്രയല്ലേ ഇവിടെ ഉള്ളൂ. അതായത് നമുക്ക് എന്തെങ്കിലും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഉണ്ടോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ? AIയിലോ സെമി കണ്ടക്ടേഴ്സിലോ ഒന്നിനുമില്ല. അതായത് ലോകം തന്നെ റൺ ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങളിലൊന്നും നമുക്കൊന്നുമില്ല. ഹെൽത്ത് സെക്ടറിൽ ഐ തിങ്ക് എവിടേക്കോ കുറച്ചല്ലേ നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. അല്ലാത്ത പക്ഷം നമുക്ക് ഭയങ്കര പാടാണ്. കാരണം ഒന്ന്, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഭയങ്കര പ്രാകൃതമാണ്. പിന്നെ പഠിച്ചിറങ്ങുന്നവർക്ക് ഞാൻ പറഞ്ഞല്ലോ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ പോലും അത് എക്സ്പ്ലോർ ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാനോ അവർക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ മക്കൾ മാറുന്നത് സിസ്റ്റം ഫെയിലിയർ കൊണ്ട് തന്നെ. അപ്പോൾ ഒന്ന്, ആദ്യം ഈ മൈൻഡ് സെറ്റിൽ വർക്ക് ചെയ്യണം, യൂത്തിൻ്റെ മൈൻഡ് സെറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റണം. അത് വെരി അൺഫോർച്ചുനേറ്റ്ലി BJP എന്ന് പറഞ്ഞ പാർട്ടി വർഷങ്ങളായിട്ട് ചെയ്തിട്ടില്ല. എല്ലാവരുടെ തലേക്കും ചാണകം കുത്തിവെക്കുക എന്നല്ലാതെ നോ ന്യൂ ഇൻഫർമേഷൻസ്, നത്തിങ്. ഇവിടെ ഇന്ത്യേനെ മൊത്തത്തിൽ ഹിന്ദുത്വ കൊണ്ടുവന്ന് ജാതി മതവും പറഞ്ഞ് തമ്മിലടിപ്പിച്ചും പാൽപരാഗിനെ അടിമയാക്കിയിട്ടും ദിസ് ഈസ് വാട്ട്സ് ഹാപ്പനിങ്. ഈ പറഞ്ഞ എന്താ പറയുക, കോക്രോച്ച് ജനതാ പാർട്ടിയിലാണെങ്കിൽ പോലും ചേർന്ന പലർക്കും ഒരു ഐഡിയ ഇല്ല അത് എന്തിനാണ്. പിന്നെ അവർ തന്നെ വിടുന്ന കുറേ പ്രൊപ്പഗണ്ടാസ് ഉണ്ട്. ഈ പേജിൽ കുറേ പാകിസ്ഥാനികളാണ്, ബംഗ്ലാദേശികളാണ്, ഇന്ത്യക്കാരില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങൾ ഇവർ വിടുന്നുണ്ട്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ഞാൻ പറയാമല്ലോ, ഇത് ഇവിടുത്തെ ഒപ്പോസിഷൻ ക്യാഷ് ഇൻ ചെയ്യേണ്ട കാര്യമാണ്. ഇന്നിപ്പോൾ ശശി തരൂർ വന്നിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ സപ്പോർട്ട് ചെയ്താൽ പോരാ, മനസ്സിലായോ? BJP എന്ന് പറഞ്ഞ ജയൻറ്റിനെ അവർക്ക് ഇത്രയും വലിയൊരു അടി
അടുത്ത കാലങ്ങളിൽ ഒന്നും കൊടുക്കാൻ ആരെ കൊണ്ടും പറ്റിയിട്ടില്ല. ഒരു ധ്രുവറാട്ടയൊക്കെ കുറേ ഇരുന്ന് കുറച്ചപ്പോൾ അയാളെ ജർമ്മൻ ഷെപ്പേർഡാക്കി. പക്ഷേ ഇത്രയും വലിയൊരു അടി കൊടുക്കാൻ പറ്റിയില്ല. അത് ഇതിനെ കൊണ്ട് സാധിച്ചു എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ദർ ഈസ് എ മാസീവ് ഫ്രസ്ട്രേറ്റഡ് ക്രൗഡ്. അത് ജെൻസി മാത്രം. ഇനി ഈ കോക്രോച്ച് ജനതാ പാർട്ടിയിൽ ജെൻസി മാത്രമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഐ ബെറ്റ് യു ഒരു 35-40 കഴിഞ്ഞ ആളുകൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതിനകത്ത്, ഇഷ്ടം പോലെ ആൾക്കാർ. ഒരു പക്ഷേ അവരുടെ എണ്ണമായിരിക്കും കൂടുതൽ, ജെൻസിനേക്കാൾ കൂടുതൽ അവരുടെ ക്രൗഡും ആയിരിക്കും ഇതിനകത്ത് കൂടുതലായിട്ട് ഫോളോ ചെയ്ത് കയറിയിട്ടുണ്ടാവുക ആൾക്കാരെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പം എന്താ പറയുക, ഇവിടുത്തെ സിസ്റ്റം മാറ്റണം എന്നുള്ളത് ഒരു ജെൻസിയുടെ മാത്രം ആവശ്യമായിട്ട് എടുക്കരുത്, എല്ലാവരുടെയും ആവശ്യമാണ്. അത് മാറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വർക്ക് ചെയ്യുന്ന ആദ്യം ഇവിടുത്തെ പൊളിറ്റിക്സ് മാറണം. മതം രാഷ്ട്രീയം ആവരുത് ഒരിക്കലും. ഇന്ത്യയിൽ മതരാഷ്ട്രീയമായി മാറുന്നതാണ് ഏറ്റവും പ്രശ്നം. ഇപ്പോഴും നമ്മളെ ചുറ്റുപാടിൽ നോക്കിയാൽ മതം തന്നെയാണ് രാഷ്ട്രീയമായിട്ട് നിൽക്കുന്നത്. അതിലൊരു മാറ്റം വന്നാലേ ഇതിനൊക്കെ ഒരു വലിയ ചേഞ്ച് വരാൻ പോകണമെന്നുള്ളതാണ് എനിക്കിതുകൊണ്ട് മനസ്സിലാവുന്നത്. പിന്നെ ഇപ്പം ഞാൻ ഇന്നലെയൊക്കെ ആയിട്ട് കണ്ടു കോക്രോച്ചിനെ പോലെ മറ്റേ തലയിൽ കൊമ്പൊക്കെ വെച്ച് കുറേ എന്താ പറയുക സ്ഥലങ്ങൾ ക്ലീൻ ആക്കാൻ. അത് വീഡിയോ ആയിട്ട് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കും അതാണ് പേഴ്സണലി കണ്ടപ്പോൾ ആദ്യം തോന്നി. എനിക്കല്ലാതെ തോന്നുന്നില്ല. അപ്പോൾ 2 ദിവസം കൊണ്ടുള്ള പാർട്ടിയുടെ പേരും പറഞ്ഞിട്ട് എവിടെയെങ്കിലും ആരെങ്കിലും വൃത്തിയാക്കാൻ പോകും, കുളം വൃത്തിയാക്കാൻ പോകണം, പുഴ വൃത്തിയാക്കാൻ പോകണം, ഒക്കെ ആവാനുള്ള ചാൻസ് ഉള്ളൂ. ഇനി അത് കണ്ടുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും വൃത്തിയാക്കാൻ പോയാൽ നല്ലത്, ആ സ്ഥലമെങ്കിലും വൃത്തിയാവുമല്ലോ. അത് അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ നീറ്റ് എക്സാം പോലെ ഇപ്പം നീറ്റ് എക്സാം ക്യാൻസലാക്കി കളഞ്ഞു. പേപ്പർ ചോർന്നു എന്നുള്ള പേരിലാണ് ഈ സാധനം ഇവന്മാരെടുത്ത് കളഞ്ഞത്. ഇതിന് പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ കോക്രോച്ചിൻ്റെ പേരിലാണ്, ഇത് കോക്രോച്ച് പാർട്ടീൻ്റെ പേരിലാണോ പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ടത്? ഇവിടെ വർഷാവർഷങ്ങളിൽ രാഷ്ട്രീയ ലെഗസി കൊണ്ട് നടക്കുന്ന പാർട്ടികളും അതിൻ്റെ നേതാക്കന്മാരും ഇല്ലേ? ഇവരാരും ഇതിനെക്കുറിച്ച് ഒന്നും പറയാത്തത് എന്താണെന്നുള്ളതാണ് ഞാൻ സത്യത്തിൽ ആലോചിച്ചത്. അങ്ങനത്തെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ, നാട്ടുകാർ നോക്കുമ്പോൾ കോക്രോച്ച് എങ്കിൽ കോക്രോച്ച് സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടല്ലോ. അതാണ് ഈ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ട് എന്നുള്ള തോന്നലിൽ നിന്നാണ് ഒരു പാർട്ടിയും ഒരു നേതാവും ഉണ്ടാകുന്നത്. അത് ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഇതിനൊരു സ്ട്രക്ചറൽ മെത്തേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വളരും, ഇല്ലെങ്കിൽ ഇത് പൊളിയും. ഇത് സ്ട്രക്ചറൽ മെത്തേഡിലേക്ക് കൊണ്ടുവരേണ്ടത്, BJP അടിക്കാനുള്ളൊരു വടിയായിട്ട് എടുക്കേണ്ടത് ഡെഫിനറ്റ്ലി ഇവിടെ ഓപ്പോസിഷനാണ്. ഇന്നലെ 24 ന്യൂസിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി വന്നിരുന്ന് സംസാരിക്കുന്നത് കേട്ടു. ഇത് നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഒരിക്കലും ഒരു സെൻട്രലൈസ് രീതി മാത്രം പോകുന്ന ഒരു സംഭവമല്ല. ഇത് ഭയങ്കര ഓർഗാനിക്കലി ഒരു മൂവ്മെന്റ് ആയതാണ്. ഇത് ശരിക്കും ഒരു മൂവ്മെന്റ് അല്ലായിരുന്നു. അപ്പൊ നമ്മുടെ അടുത്ത് ഫൗണ്ടർ തന്നെ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, ഞാൻ തരുന്ന ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ ഫോളോ ചെയ്യുക. നമ്മളിപ്പോൾ ഒരു സമയത്തൊരു ടോപ്പിക് എടുത്ത് അതിൽ ഫോക്കസ് ചെയ്തായിരിക്കും പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്, അത് ചെയ്യുക. ബട്ട് അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ആ ഒരു എത്തിക്കൽ ഫ്രെയിം വർക്കിൽ, നമ്മുടെ പാർട്ടിയുടെ ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേറെ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ പാർട്ടിയുടെ ബ്രാൻഡ് യൂസ് ചെയ്ത് ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മുടെ ഇപ്പൊ കേരളത്തിലെ കമ്മ്യൂണിറ്റി ആണെങ്കിലും നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ആണെങ്കിലും ഡിസ്കസ് ചെയ്ത് ഇതാവുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇപ്പോൾ രാഘവ് ചദ്ദ ഒക്കെ ഡിഫെക്ട് ചെയ്തതിലേക്ക് ആ ഒരു ഇഷ്യൂ വന്നപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പേർക്ക് പൊളിറ്റീഷ്യൻസിലുള്ള ഫെയ്ത്ത് നഷ്ടപ്പെട്ടു. നമുക്ക് പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും നമ്മുടെ രാജ്യത്തെ ഫെയ്ത്ത് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് സ്കെപ്റ്റിക്കലായിട്ടുള്ള ആൾക്കാർ നമ്മുടെ കോക്രോച്ച് ജനതാ പാർട്ടിയിലും ഉണ്ട്. ഈ മൂവ്മെന്റ് എന്തുമാത്രം വരെ പോകുമെന്നുള്ളത്. സോ നമ്മൾ ശരിക്കും കോക്രോച്ച് ജനതാ പാർട്ടി ഭയങ്കര ഒരു ഇതാവും അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഈ മൂവ്മെന്റ് ഉണ്ട്. ആൻഡ് ഇപ്പം നമുക്ക് ഈ മൊമെന്റം യൂസ് ചെയ്തിട്ട് ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യാം. ഇപ്പം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാം, ആർക്കൊക്കെ എന്തൊക്കെ നല്ലത് നേടിക്കൊടുക്കാം, അതെല്ലാം നമ്മൾ ചെയ്യുവാണ് ഇപ്പം നമ്മുടെ ലക്ഷ്യം. ആൻഡ് പിന്നീട് അഥവാ ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മുടെ ഈ കോക്രോച്ച് ജനതാ പാർട്ടി നിൽക്കേണ്ടി വരുവാണെങ്കിൽ, നമ്മൾ ഓൾറെഡി ഫോം ചെയ്തിരിക്കുന്ന കമ്മ്യൂണിറ്റി, നമുക്ക് ആ ഓർഗനൈസ് ചെയ്യാൻ വന്നിരിക്കുന്ന സ്കിൽസ്, അത് വെച്ച് നമ്മൾ വീണ്ടും ഇവോൾവ് ചെയ്ത് പുതിയൊരു ഓർഗനൈസേഷനിലോട്ട് നമ്മൾ ഓരോ രൂപങ്ങളായിട്ട് മാറുക എന്നുള്ളത്. നമ്മൾ ഇപ്പം തന്നെ ആക്ച്വലി നമ്മുടെ കേരള കമ്മ്യൂണിറ്റിയിൽ നമുക്ക് പല അക്കൗണ്ടുകളും നമ്മുടെതെല്ലാം സസ്പെൻഡ് ആയിക്കൊണ്ടിരിക്കുക. ഒരു റീസണും ഇല്ലാതെ നമ്മൾ ഭയങ്കര ലോഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ നമ്മുടെ അക്കൗണ്ട് സസ്പെൻഡ് ആവുന്നു, അതുപോലെ നമ്മുടെ ട്വിറ്റർ ഒഫീഷ്യലുള്ളത്. ഓക്കെ, അപ്പോൾ ഇവർ സംസാരിച്ച കാര്യങ്ങൾ കേട്ടല്ലോ. ഇവർക്കൊരു ഞാൻ പറയാം, ഒരു ഓർഗനൈസ്ഡ് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഒന്നും ഇവർക്കില്ല. ഇവരുടെ ലീഡർ ഇരുന്ന് പറയുന്നു, അതായത് ഔട്ട്സൈഡിൽ അഭിജിത്ത് എന്ന് പറഞ്ഞ ചങ്ങാതി പറയുന്നു, ഇവരത് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ള മോഡിലാണ് ഇവർ പോകുന്നത്. എഗെയിൻ ഞാൻ പറയുന്നു, ഇത് 2 രീതിക്ക് ഷിഫ്റ്റ് ആവാം. ഒന്നില്ലെങ്കിൽ ഇതൊരു മാസീവ് ഫെയിലിയർ ആവാം, അല്ലെങ്കിൽ ഒരു മാസീവ് സക്സസ് ആവാം, രണ്ടും ആവാം. അപ്പം ഇതിന് ഞാൻ പറഞ്ഞു എഗെയിൻ BJP ഗവൺമെൻറ്റിൻ്റെ ഈ പറഞ്ഞ വർഗീയ രാഷ്ട്രീയത്തിനെ എതിർക്കാനുള്ള മൂവ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ, യൂത്തിന് ജെൻസിക്ക് അടക്കമുള്ളവർക്ക് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള സമരമാണെന്നുണ്ടെങ്കിൽ, ഇത് ടേക്കപ്പ് ചെയ്യേണ്ടത് ഇവിടുത്തെ ഓപ്പോസിഷനാണ്. അല്ലാതെ
ഇതിൽ വേറൊരു വഴിയില്ല. ഓക്കെ, പിന്നെ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ AAP ബന്ധം ഇത് തുടങ്ങി വെച്ച ആളുടെ, പിന്നെ അയാളുടെ ബാക്കി കുറേ സാധനങ്ങൾ കയറി വരുന്നുണ്ട്. പാകിസ്ഥാൻ ബന്ധം, IS ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി പല നറേറ്റീവ്സും അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇവന്മാർ അഴിച്ചു വിടും. അതിനൊന്നും ഒപ്പോസ് ചെയ്യാനോ അതിനെ എതിർത്ത് നിൽക്കാനോ. ഇപ്പോൾ ഞാൻ സത്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയത് അതാ, CJP കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞൊരു സാധനത്തിനെ ഭയങ്കര തമാശ കാഷ്വലായിട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ ആ മൂമെൻറ്റിനെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒന്നും അല്ലാത്ത രീതിയിൽ തള്ളുന്നു. ഇതൊക്കെ BJP ചെയ്തു കഴിഞ്ഞാൽ അവരെ രാഷ്ട്രീയത്തിനെ എതിർക്കുന്നത് കൊണ്ടും അവരെ ദുർഭരണത്തിനെ എതിർക്കുന്നതുകൊണ്ടോ എന്ന് വിചാരിക്കാം. പക്ഷെ ഓപ്പോസിറ്റ് പാർട്ടികൾ എന്തുകൊണ്ട് ഇപ്പോൾ ഒരു ശശി തരൂരിനെ ഞാൻ കണ്ടുള്ളൂ, വേറെ അധികം ആരും ഇത് ടേക്കപ്പ് ചെയ്യുന്നില്ല. ദേ ഹാവ് ടു കൺവേർട്ട് ഇറ്റ്. അവരുടെ എന്താ പറയുക ഇവരെ എതിർക്കാനുള്ള ടൂളായിട്ട് ഇത് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും. ആളി കത്തുന്നത് കണ്ടു, ഇനിയിപ്പോൾ അത് കെട്ടടങ്ങുമോ എന്നുള്ളതൊന്നും ഒരു പിടുത്തവും ഇല്ല. ലെറ്റ്സ് സീ. പക്ഷേ ഇതിൻ്റെ പേരിൽ രാജ്യത്തിൻ്റെ പൊതുമുതൽ നശിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സിസ്റ്റത്തിനെ എതിർക്കുന്ന രീതിയിലോ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു ഐറ്റമായിട്ട് ഇത് മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഡേഴ്സിനൊന്നും പോകാല്ല. അവരൊക്കെ എബ്രോഡാണ്. ഇവിടെ നിന്നിട്ട് ഇതിനു വേണ്ടി ചേർന്നവരും കൊടി പിടിച്ചവരൊക്കെ നാളെ ചിലപ്പോൾ രാജ്യദ്രോഹികളായിട്ട് മുദ്ര കുത്തപ്പെടാം. അങ്ങനത്തെ ഒരു കാര്യമൊക്കെ നിങ്ങൾ മൈൻഡിൽ കാണുക. കാരണം എതിർക്കാൻ പോകുന്നത് ഈ BJPനെയാണ്. ഇവന്മാർക്ക് ഏത് രീതിയിലും ഒരാളെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെയോ പോർട്രേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഇതൊക്കെ പറയുമ്പോഴും പല രാജ്യങ്ങളിലും ഒരു റെജീം ചേഞ്ച്, ഒരു രാജ്യത്തിൻ്റെ ഭരണത്തെ അട്ടിമറിക്കാനും ആ രാജ്യത്തിനെ അസ്ഥിരപ്പെടുത്താനും വേണ്ടിയിട്ട് പല രീതിയിലുള്ള മൈന്യൂട്ട് പ്രൊജക്റ്റുകൾ പല സ്ഥലത്തുനിന്നും ഇനീഷ്യേറ്റ് ആവാറുണ്ട്. അപ്പോൾ ഈ ഭാരതീയ ജനതാ പാർട്ടിനെ നമുക്ക് അങ്ങനെയും കൂടി നോക്കിക്കാണണം. ഇന്ത്യയിൽ ഒരു BJPനെ മാത്രം അട്ടിമറിക്കുക എന്നല്ല, ഇന്ത്യൻ ഇക്കോണമിയെ തന്നെ അട്ടിമറിക്കാനും ഇന്ത്യ എന്ന് പറഞ്ഞ ഗ്രോയിങ് പവറിനെ അട്ടിമറിക്കാനും ഈ ഇതുണ്ടാക്കിയ വ്യക്തിയുടെ പിന്നിലോ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൻ്റെ പിന്നിലോ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതും ഒന്ന് അന്വേഷിക്കണം. അത് ഇൻ്റലിജൻസ് അന്വേഷിച്ചേ പറ്റൂ. കാരണം അതും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നൊരു പോയിന്റ് അല്ല. ഒന്നും അറിയാതെ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളിൽ പോയി ചേർന്നിട്ട് ജയ് കോക്രോച്ച് എന്ന് പറഞ്ഞിരുന്നൊരു കാര്യമില്ല. നാളെ ഈ ജയ് കോക്രോച്ച് എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഒരു നറേറ്റീവ് വന്നു, എന്ത് BJP എതിർക്കാൻ വേണ്ടിയിട്ട് CJP. പക്ഷെ ആ നറേറ്റീവിലൂടെ ഒരു ഒളിച്ചു കിടത്തുന്നത് ഇന്ത്യയുടെ നാശമാണ്, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ മണ്ണ് അവരെല്ലാം കൂടിയും ഇല്ലാതാക്കുക. കാരണം നമ്മുടെ വളർച്ചയിൽ പല രാജ്യങ്ങൾക്കും ഇപ്പോഴും പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു സാധനം ഇതിനകത്തുണ്ടോ എന്നുള്ളത് കൂടി സൂക്ഷിച്ച് നോക്കിയിട്ട് നമ്മൾ വിലയിരുത്തി മാത്രം എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. ഒന്നിച്ചെല്ലാവരും കൂടി ഞാൻ കോക്രോച്ചാന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇറങ്ങാതിരിക്കുക. ഇറങ്ങുന്നവരിറങ്ങിക്കോ. ബട്ട് ഇവിടുത്തെ ഒപ്പോസിഷൻ മനസ്സിലാക്കേണ്ടത് ഡെഫിനറ്റ്ലി ഇവിടുത്തെ യൂത്ത് ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്. ആ യൂത്തിന് ആവശ്യമുള്ള ചേഞ്ചും യൂത്തിൻ്റെ കൂടെ നിൽക്കാനും ഒപ്പോസിഷന് പറ്റിയ BJPക്ക് ഇതിലും വലിയൊരു അടി ഇനി വരുന്നൊരു ഇലക്ഷനിൽ കിട്ടാനുണ്ടാവില്ല. അത്രയും വലിയ അടി കൊടുക്കാൻ പറ്റും. അത് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് ഇവിടുത്തെ ഒപ്പോസിഷൻ ഏറ്റെടുക്കേണ്ടതാണ്. ഏറ്റെടുത്ത കൊള്ളാം. ഇല്ലെങ്കിൽ ഇവന്മാർ ഇനി ഈ വർഗീയത പറഞ്ഞ് ഈ നാടിനെ ഭരിച്ചുകൊണ്ടിരിക്കും. ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഇവരെന്നെ അത് അടിച്ചമർത്തിക്കൊണ്ടിരിക്കും.